കുംഭമാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ 13-ാം രാത്രിയും 14-ാം പകലുമാണ് ശിവരാത്രി ആഘോഷിക്കുന്നത്. എല്ലാ ശിവക്ഷേത്രങ്ങളിലും അന്ന് വിശേഷ ദിവസമാണ്. ഹൈന്ദവ വിശ്വാസപ്രകാരം ശിവന്റെ രാത്രിയാണ് ശിവരാത്രി. ശിവരാത്രി പലരും ആ ദിവസം ശിവക്ഷേത്രം ദർശിക്കാറുണ്ട്. കൂവളത്തിലകൾ ശിവന് ചാർത്തി ഉപാസന അനുഷ്ഠിച്ച് രാത്രി ഉറക്കമൊളിക്കുന്നതും പഞ്ചാക്ഷരി മന്ത്രമായ ഓം നമഃ ശിവായ ജപിക്കുന്നതും ശിവപൂജ ചെയ്യുന്നതും ഈ എല്ലാ ദിവസത്തെ ആചാരങ്ങളാണ്. ശിവലിംഗം പാലും തേനും കരിക്കും കൊണ്ട് അഭിഷേകം ചെയ്ത് ആരാധിക്കാറുണ്ട്. പാലാഴി മദനം നടത്തിയപ്പോൾ രൂപം കൊണ്ട കാളകൂട വിഷം ലോകരക്ഷാർത്ഥം ശ്രീ പരമേശ്വരൻ പാനം ചെയ്തു. ഈ വിഷം ഉള്ളിൽ ചെന്ന് ഭഗവാന് ഹാനികരമാവാതിരിക്കാൻ ശ്രീ പാർവതി അദ്ദേഹത്തിന്റെ കണ്ടത്തിൽ മുറുക്കി പിടിക്കുകയും വായിൽ നിന്ന് പുറത്തു പോവാതിരിക്കാൻ ഭഗവാൻ മഹാവിഷ്ണുവായി പൊത്തിപ്പിടിക്കുകയും ചെയ്തു. അങ്ങനെ വിഷം കണ്ടത്തിൽ ഉറയ്ക്കുകയും ഭഗവാന് നീലകണ്ഠൻ എന്ന നാമധേയം ലഭിക്കുകയും ചെയ്തു. ഭഗവാന് ആ ആപത്തൊന്നും വരാതെ പാർവതി ദേവിയും മറ്റ് ദേവീന്മാരും ഉറക്കമൊളിച്ചിരുന്ന് പ്രാർത്ഥിച്ച ദിവസമാണ് ശിവരാത്രി എന്ന് ഐതിഹ്യം. എന്നും ശിവരാത്രി നാളിൽ രാത്രികാലത്ത് ഭക്തർ ഉറക്കമൊഴിച്ചിരിക്കുക പതിവാണ്. ശിവരാത്രി ദിവസം വ്രതമെടുക്കുന്നതിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. ശിവരാത്രി വ്രതമെടുക്കുമ്പോൾ തലേ ദിവസം വീട് കഴുകി വൃത്തിയാക്കണം. തലേ രാത്രി അരിയാഹാരം പാടില്ല. ലഘുവായ ആഹാരങ്ങൾ കഴിക്കാം. ഈ വ്രതം 2 രീതിയിൽ നമുക്ക് എടുക്കാൻ പറ്റും. പൂർണ്ണ ഉപവാസമായോ ഒരിക്കൽ ഉപവാസമായോ നമുക്ക് അനുഷ്ഠിക്കാം. ഒരിക്കൽ നോക്കുന്നവർ ഒരു നേരം അരിയാഹാരം കഴിക്കാം. രാത്രിയോ പകലോ ഉറക്കം പാടില്ല. പഞ്ചാക്ഷരി മന്ത്രം ജപിക്കാം. വൈകിട്ട് ക്ഷേത്രത്തിൽ ശിവന് അഭിഷേകം ചെയ്ത് പാല് നിവേദിച്ച് കരിക്കോ കുടിക്കാം. പൂർണ്ണോപവാസം എടുക്കുന്നവർ അതുവരെ ജലപാനം പാടുള്ളതല്ല. ശിവരാത്രിയുടെ തൊട്ടടുത്ത ദിവസം രാവിലെ ക്ഷേത്രത്തിൽ നിന്നും തീർത്ഥം പാനം ചെയ്ത വ്രതം അവസാനിപ്പിക്കാം. ശിവരാത്രി ദിവസം മരിച്ചവർക്ക് വേണ്ടി പിതൃബലി അർപ്പിക്കുന്നതും ഏറ്റവും പുണ്യകരമായിട്ടുള്ളൊരു കാര്യമാണ്. ശിവരാത്രി വ്രതം അനുഷ്ഠിക്കുമ്പോൾ ഭക്ഷണ ക്രമീകരണങ്ങൾ എങ്ങനെ ശ്രദ്ധിക്കണമെന്ന് പറയാം. ശിവരാത്രിക്ക് മുന്നേ ഫെബ്രുവരി 26-ന് 3 ദിവസം മുന്നെയോ അല്ലെങ്കിൽ 7 ദിവസം മുമ്പോ ഭക്ഷണ ക്രമീകരണം ശ്രദ്ധിച്ച് തുടങ്ങാം. എന്ന് വെച്ചാൽ ഭക്ഷണ ക്രമീകരണം അതായത് നോൺ വെജ് കംപ്ലീറ്റ് അവോയ്ഡ് ചെയ്യണം. പിന്നെ ശ്രദ്ധിക്കേണ്ടത് രാത്രി 8 മണിക്ക് ശേഷം ഭക്ഷണം കഴിക്കാതിരിക്കുക. 8 മണിക്ക് ശേഷം കഴിച്ചാൽ ഡൈജസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് സമയമെടുക്കും. നമ്മൾ ചെയ്യുന്ന വലിയൊരു കാര്യമാണ് ഈ ശിവൻ്റെ വ്രതം. ആദ്യം നമ്മൾ ഉദരശുദ്ധിയാണ് വേണ്ടത്. ഉദരശുദ്ധി കറക്റ്റ് ചെയ്യാൻ ശരീരശുദ്ധി ഉണ്ടാവും. ശരീരശുദ്ധി കറക്റ്റ് ചെയ്താൽ മനഃശുദ്ധി ഉണ്ടാവും. നമ്മൾ ജപിക്കുന്ന ഓരോ പഞ്ചാക്ഷരി മന്ത്രവും നമ്മുടെ ശരീരത്തിൽ പ്രസരിച്ച് തുടങ്ങുകയും ആദ്യം ചെയ്യേണ്ടത് രാത്രി 8 മണിക്ക് ശേഷം ഭക്ഷണം കഴിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഈ ദിവസങ്ങളിൽ 7 ദിവസം മുമ്പോ 3 ദിവസം മുമ്പോ 7 ദിവസം മുമ്പോ 3 ദിവസം മുമ്പോ ഭക്ഷണ ക്രമീകരണം ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ ചെയ്യേണ്ടത് ഫെബ്രുവരി 26-ാം തീയതി ശിവരാത്രിയുടെ അന്ന് ഒരിക്കൽ മാത്രം അരി ആഹാരം കഴിക്കുക. ബാക്കി 2 നേരം ഫ്രൂട്ട്സ് ഭക്ഷണമായിട്ടൊക്കെ കഴിക്കാം. വേറെ രീതിയിലൊക്കെ കഴിക്കാം. കൂടുതൽ സമയം നമ്മൾ പഞ്ചാക്ഷരി ജപത്തിലേക്ക് സമയം കൊടുക്കാം. നേരെ മറിച്ച് പൂർണ്ണ ഉപവാസമാണ് എടുക്കണമെങ്കിൽ ശീലമുള്ളവരാണെങ്കിൽ ജലപാനം പോലും കഴിക്കാതെ എല്ലാ സമയവും ഈശ്വരനെ മാത്രം ധ്യാനിച്ച് ഇരിക്കുന്ന ആ ശീലമുള്ളവർക്ക് മാത്രമാണ് കേട്ടോ പറയുന്നത്. പഞ്ചാക്ഷരി മന്ത്രമൊക്കെ ജപിച്ച് നമുക്ക് ഈശ്വരനിലേക്ക് കൂടുതൽ എടുക്കാം. അല്ലാതെ തുടക്കക്കാർ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ ശ്രമിക്കരുത്. അങ്ങനെ 26-ാം തീയതി മുന്നോട്ട് പോയി രാത്രി ഭഗവാനിലേക്ക് കൂടുതൽ അടുത്ത് ശിവരാത്രിയിൽ പൂർണ്ണ സമർപ്പണ ബോധത്തോടെ നമ്മൾ ശിവസ്തോത്രമൊക്കെ ചൊല്ലി 27-ന് വെളുപ്പിന് ശേഷം നിങ്ങൾ വെള്ളമൊക്കെ കുടിക്കാം. അതുപോലെ ചെറിയ ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് ബാക്കിയുള്ള ദിവസം മുന്നോട്ട് നമുക്ക് പോകാം. അപ്പോൾ എല്ലാവരും ഈ വ്രതം അനുഷ്ഠിക്കുക. പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് രാവിലെ 8:05-ന് മുമ്പ് വ്രതം അവസാനിപ്പിക്കേണ്ടതാണ് കേട്ടോ. അതായത് ഫെബ്രുവരി 27-ാം തീയതി വ്യാഴാഴ്ച ദിവസം രാവിലെ 8:05-ന് മുൻപ് തന്നെ നിങ്ങളുടെ സാധാരണ ജീവിതത്തിലേക്ക് പ്രവേശിക്കാം. ഈ ദിവസങ്ങളിൽ നിങ്ങൾ നിലവിളക്ക് കത്തിച്ചിരിക്കണം. എല്ലാ ദിവസവും 2 നേരം വിളക്ക് കത്തിച്ച് പഞ്ചാക്ഷരി മന്ത്രം പ്രാർത്ഥിച്ച് ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് വ്രതം നോക്കാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവരും ശിവരാത്രി വ്രതം അനുഷ്ഠിക്കുക. എല്ലാവർക്കും ദൈവം നല്ല അനുഗ്രഹങ്ങൾ തരട്ടെ. എല്ലാവരുടെയും പ്രാർത്ഥന ദൈവം കേൾക്കട്ടെ. ഈ വർഷം എല്ലാവർക്കും നല്ലതാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.